നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നില്ലേ, നമ്മളൊരു കാര്യം ചെയ്തില്ലല്ലോ, ബെസ്റ്റ് കമൻറ്റിൻ്റെ ആൾക്ക് ഗീവ് അവേ കൊടുത്തില്ലല്ലോ, ഗിഫ്റ്റ് കൊടുത്തില്ലല്ലോ. ഇന്നിപ്പം ഞാനത് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ദേ കുറേ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ഒരു 5-8 പേരുടെ പേര് അത്യാവശ്യം നമ്മൾ നോട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരാളെ എടുക്കാൻ പോവാണേ. എൻ്റെ അപ്പ പിതാവേ ദൈവമേ, നല്ല ഏറ്റവും കറക്റ്റ് അർഹതപ്പെട്ട ആൾക്ക് തന്നെ കിട്ടണേ. കിട്ടാത്തവർ എന്നോട് പിണങ്ങരുത്, വിഷമിക്കരുത് കേട്ടോ. നമുക്ക് ഇനിയും ഇത് എന്നാ പറഞ്ഞേ, അടുത്ത പ്രാവശ്യം കിട്ടും. നിങ്ങൾ ഇന്ന് നല്ല കമൻറ്റ് ഇട്ടോ. ഒരു കമൻറ്റ് ഇടുന്ന പാടല്ലേ ഉള്ളൂ, പക്ഷേ സത്യസന്ധമായിരിക്കണം കേട്ടോ. ചുമ്മാ പുകഴ്ത്തി എന്നാ അങ്ങനെ എനിക്ക് അത് വേണ്ട. ഞാനിങ്ങനെ കുറ്റം പറയല്ലെന്ന് പറയുന്നതുകൊണ്ടായിരിക്കും. കുറ്റം പറയണ്ട, എന്നാലും ഇല്ലാത്ത കാര്യങ്ങൾ പുകഴ്ത്തണ്ട. അപ്പോൾ എനിക്കൊരു എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി. ഇല്ലാത്തത് പറയണ്ട, ഉള്ളത് പറഞ്ഞാൽ മതി. ഉള്ളത് പറഞ്ഞിട്ട് സമ്മാനം, ഉള്ളത് പറയും, സമ്മാനം നേടും. ഇനി അടുത്ത പ്രാവശ്യം കേട്ടോ. ഇന്ന് തൊട്ട് അടുത്ത വെള്ളിയാഴ്ച വരെ എല്ലാ വെള്ളിയാഴ്ച ഒരു സാരി നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. വെള്ളിയാഴ്ച തന്നില്ലെങ്കിലും ചൊവ്വാഴ്ച എങ്കിലും തരും. ഇന്ന് ചൊവ്വാഴ്ചയല്ലേ. ഓ, ആരാണോ? എറിക് ജോൺ. എനിക്ക് തോന്നുന്നു ഞാൻ ഈ പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു സ്റ്റാഫിൻ്റെ മോൻ്റെ പേരാണ്. അവരല്ല, പുള്ളിക്കാരത്തെയല്ല. ഇത് എനിക്ക് ഒരു ഒറ്റമൂലി പറഞ്ഞ് തരാമെന്നൊക്കെ പറഞ്ഞ് ഇന്നോ ഇന്നലെയോ കണ്ട് എൻ്റെ മെസ്സേജ് കണ്ട് സൈനസിന് ആ ആളാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ പേര് വായിച്ചപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ സ്റ്റാഫ് ചിഞ്ചുവിൻ്റെ മോൻ്റെ പേരാണല്ലോ, ചിഞ്ചുവല്ലോ ആയിരിക്കുമോ എന്നിങ്ങനെ ഞാൻ ഓർത്തു. പാമ്പാടിയിലാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണോ എന്നറിയത്തില്ല. എൻ്റെ ആ പേരിൻ്റെ ഒരു ഓർമ്മയെന്ന് ഞാൻ പറയുന്നത് കേട്ടോ. എല്ലാ മെസ്സേജും ഞാൻ കറക്റ്റായിട്ടൊന്ന് കൃത്യമായിട്ട് അന്ന് തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് കാണാറില്ല. ചിലപ്പോൾ 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ എറിക് ജോൺ കോൺടാക്റ്റ് ചെയ്തോളൂ. ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അഡ്രസ്സെല്ലാം അയച്ചു തന്നാൽ മതി. സമ്മാനം വീട്ടിലെത്തും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നതില്ലേ, ഈ ഓണക്കാലത്ത് ഓണക്കോടിയായിട്ടുള്ള സാധനങ്ങൾ കാണിക്കുന്നതിൻ്റെ പകരം ബെഡ്ഷീറ്റാണോ കാണിക്കുന്നതെന്ന് ആരും ചോദിക്കല്ലോ കേട്ടോ. ഞാൻ ഓണക്കോടി എന്തോരം വേണേലും കാണിക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പം വീഡിയോ അപ്ലോഡ് ചെയ്ത് വീഡിയോ അപ്പാകേണ്ടതിൻ്റെ ഒരു മണിക്കൂറുകൾക്ക് മുന്നേ എടുക്കുന്നതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടി ബെഡ്ഷീറ്റ് എടുക്കുക. പിന്നെ ഞാൻ വേറെ 1-2 കാര്യം പറയുന്നു, ഒന്ന് കേൾക്കാമോ? എന്നു ചോദിച്ചാൽ ബ്ലൗസിനെ പറ്റിയാണ് പറയാനാണ്. ബ്ലൗസിൻ്റെ എൻക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയേ ഇല്ലാത്ത രീതിക്ക് എൻക്വയറി വരുന്നുണ്ട് ആ കലങ്കാരി ബ്ലൗസിന്. പക്ഷേ നമ്മൾ അത് ഓർഡർ ഇപ്പോൾ എടുക്കുന്നില്ല. ആര് ചോദിച്ചാലും ഇല്ല എന്നാണ് പറയുന്നത്. അടുത്ത ദിവസം തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഓണത്തിന് മുന്നേ കൊണ്ടുവരുമോ, ഓണത്തിന് മുന്നേ കിട്ടുമോ അജ്രക്ക് കലങ്കാരി, അതാണ് വേണ്ടത്. അപ്പോൾ ഓണത്തിന് മുന്നേ നല്ല ഈ ആഴ്ച പറ്റുമെങ്കിൽ നാളെ തന്നെ ബ്ലൗസ് ഉള്ളതിൻ്റെയും പുതിയത് വന്നതിൻ്റെയും എല്ലാം വീഡിയോ കാണിക്കാൻ ശ്രമിക്കാം. ബ്ലൗസിൻ്റെ വീഡിയോ കാണിക്കൽ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു പാടുള്ള കാര്യമായതുകൊണ്ടും ഓർഡർ എടുക്കാൻ അതിലേറെ തലവേദന ആയതുകൊണ്ടും ലാഭം വളരെ കുറവായതുകൊണ്ടും നമുക്ക് ഇച്ചിരി ഇൻട്രസ്റ്റ് കുറവാണ്. എന്നാലും ഇത്രയും ആൾക്കാർക്ക് ആവശ്യമുള്ള സ്ഥിതിക്ക് ഉറപ്പായിട്ടും ഞാൻ പറയുന്നു, ഈ ആഴ്ച തന്നെ കാണിക്കുക. എന്ന് കാണിക്കുന്നതെന്ന് എപ്പോഴും ചോദിക്കും. 2 ദിവസം കൊണ്ട് കാണിക്കുമോ, നാളെ കാണിക്കുമോ, അടുത്ത ആഴ്ചയാണോ കാണിക്കുന്നത്, സമയം എപ്പോഴാണ്? സമയം വൈകുന്നേരം 7 മണിക്ക് തന്നെ ആയിരിക്കാം. എന്നാണേലും വീഡിയോ കയറി കഴിയുമ്പോൾ അപ്ഡേഷൻ വരുമല്ലോ. ബ്ലൗസിനെ വലിയ ഹൈപ്പ് ചെയ്യുമല്ലോ കേട്ടോ, ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇനി ബെഡ്ഷീറ്റിനെ പറ്റി പറയാം. നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന ബെഡ്ഷീറ്റ് നമ്മളെന്നും സ്ഥിരം കാണിക്കുന്ന, നിങ്ങൾക്ക് പലർക്കും ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ള ബെഡ്ഷീറ്റാണ്. അത് ഫാമിലി കോട്ടുണ്ട്. അതിൻ്റെ സൈസ് ആ കൂടെ എഴുതിയേക്കാം. ഫാമിലി കോട്ടുണ്ട്. ചിലതിന് ഫാമിലി കോട്ടുണ്ട്, ചിലതിന് ഡബിൾ കോട്ടുണ്ട്, ചിലതിന് സിംഗിൾ കോട്ട്. ഇതിന് തന്നെ ഫാമിലി കോട്ടും ഡബിൾ കോട്ടും സിംഗിൾ കോട്ടും ഉണ്ട്. ഏറ്റവും ലാസ്റ്റിലേക്ക് വരുമ്പോഴത്തേനും ചിലതിന് ഫാമിലി കോട്ട് കാണത്തില്ല. അത് അന്നേരം തന്നെ അതാ സ്ക്രീനെ കാണും. FC എന്നെഴുതിയാൽ ഫാമിലി കോട്ട്, DC എന്നെഴുതിയാൽ ഡബിൾ കോട്ട്, SC എന്നെഴുതിയാൽ സിംഗിൾ കോട്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ അതിൻ്റെ റേറ്റും കൂടെ എഴുതിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെ റേറ്റ് ഒരു സ്ക്രീൻ എഴുതാൻ പറ്റിയല്ലായിരിക്കും അല്ലേ? ഇല്ല, അതായത് സ്ക്രീൻ എഴുതാമല്ലോ. അതായത് സ്ക്രീൻ എഴുതും. ഫാമിലി കോട്ട് കാണിക്കുമ്പോൾ ഫാമിലി കോട്ടിൻ്റെ സ്ക്രീൻ എഴുതും. നിങ്ങൾ കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോൾ ഉറപ്പായിട്ടും വേണ്ട സ്ക്രീന്, അതായത് ഫാമിലി കോട്ട് ഇതിൻ്റെ തന്നെ 3 എണ്ണം കാണിക്കുമ്പം, അതായത് ഡബിൾ കോട്ടിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടായോ ഇത് തന്നെയല്ലേ ഡിസൈൻ ഓർത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫാമിലി കോട്ടിന് അയക്കരുത്. FCയുടെ സ്ക്രീൻഷോട്ട് തന്നെ എടുത്ത് അല്ല മെൻഷൻ ചെയ്യണം. എനിക്ക് DC മതി, എനിക്ക് FC മതി, അല്ല എനിക്ക് FC മതി എന്ന് മെൻഷൻ ചെയ്യണം. പിന്നെ രണ്ടാമത് ഈ ബെഡ്ഷീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇത് നമ്മൾ ഇതുവരെ കാണിച്ചിട്ടുള്ള നല്ല എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. കോട്ടൺ ആണ്, സാറ്റിൻ കോട്ടൺ എന്ന് പറയും. സാറ്റിൻ കോട്ടൺ എന്ന് പറയുമ്പം ഇതൊക്കെ എപ്പോഴും പറഞ്ഞിട്ടുള്ളൂ, എന്നാലും പുതിയതായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറയുക. സാറ്റിൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും തെന്നി മാറുന്നതാണ് അല്ലേ. ഒരു പ്രാവശ്യം വാങ്ങിച്ച് നോക്കിയോ, നല്ല വിരിച്ചിട്ടാൽ അവിടെ തന്നെ കിടക്കും.
ഞാനാണ് അതിന് ഏറ്റവും വലിയ ഗ്യാരണ്ടി. എൻ്റെ വീട്ടിൽ ഇതല്ലാതെ വേറൊരു ബെഡ്ഷീറ്റ് ഇപ്പോൾ ഉപയോഗിക്കുന്നേയില്ല. എന്നാ പറയുക, നമ്മൾ ബ്ലാങ്കറ്റായിട്ട് പുതയ്ക്കാൻ ഉപയോഗിക്കുന്നത് പോലും ഞാൻ സത്യം പറഞ്ഞാൽ ഇതാണ്. കാരണം അത്ര സോഫ്റ്റ്നെസ്സാണ്, അത്ര കംഫർട്ടാണ്, തെന്നി മാറത്തില്ല, വിരിച്ചിട്ട് അവിടെ തന്നെ കിടക്കും, യാതൊരു ഇതുമില്ല. ഇതിനാകെയുള്ളൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ അരിക് നിങ്ങൾക്ക് വേണമെങ്കിൽ തയ്ച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വേണം നിങ്ങളിത്, അതായത് വലിയ ഷീറ്റ് വന്നിട്ട് അത് കട്ട് ചെയ്ത് എടുക്കുന്നതാണ്. സ്റ്റിച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. സ്റ്റിച്ച് ചെയ്യാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാഷ് ചെയ്ത് കഴിയുമ്പം ഇച്ചിരി ഇങ്ങനെ നൂലിങ്ങനെ വരുന്ന ഒരു ഇഷ്യൂ ഞാൻ കണ്ടു. അത് പിന്നെ ഈ സൈഡ് എന്ന് പറയുന്നത്, ഇത് നമ്മുടെയൊക്കെ നാട്ടിൽ തേരെന്നാണ് പറയുന്നത്. ഇതൊരിക്കലും പോകുന്നൊരു സാധനമല്ല. ഇവിടെ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ തയ്ക്കാനും പോകണ്ട, ഒന്നിനും പോകണ്ട, അത് അങ്ങനെ തന്നെ എന്നും അങ്ങനെ തന്നെ ഇരിക്കും. മനസ്സിലായി? അപ്പം അത് നമുക്ക് ചിലർ ചോദിച്ചായിരുന്നു സ്റ്റിച്ച് ചെയ്തും കൂടെ തരാമോന്ന്. നടക്കുന്ന കാര്യമേ അല്ല. ഇത്രയും ബെഡ്ഷീറ്റുകൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ടൈലേഴ്സിനൊക്കെ വേറെ പരിപാടിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതായി വരും. അതുകൊണ്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഫാമിലി കോട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇതിൻ്റെ ഡിസൈനാണ് ഇത് ഒരു മടക്കും കൂടെ ഉണ്ട്. ഇതിൻ്റെ മെഷർമെൻറ്റ് സ്ക്രീൻ എഴുതൂ അല്ലേ. ഇതെല്ലാം ഷോപ്പിൽ വന്നാലും അവൈലബിളാണ് കേട്ടോ. ഈ കാണിക്കുന്ന ഡിസൈൻ അല്ലാതെ ധാരാളം നമ്മുടെ ഷോപ്പിലും അവൈലബിളാണ് ഡയറക്റ്റ്. ഇപ്പോൾ ഈ ഓണക്കാലമൊക്കെ ആയി വരുമ്പോൾ ഗസ്റ്റൊക്കെ ഇഷ്ടം പോലെ വരത്തില്ലേ, അപ്പോൾ എല്ലായിടത്തും ഇഷ്ടം പോലെ നല്ല ഇതെന്നാ ഇത് തറക്ക് തീർന്നില്ല. ഇത് ഒന്നുകൂടെ ഉണ്ട്, ഒരു മടക്കൂടെ ഉണ്ട്. മണ്ടിപ്പെട്ടി ഞാൻ എന്നെ തന്നെ വിളിച്ചു. ഭയങ്കര പിടുത്തം, അവിടെ ഒന്നും ഇല്ല. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ വിഡ്ത്ത് ലെങ്ത്ത്. ദാണ്ട ഇത്രയേ ഉണ്ട്. ഒരേപോലെ തന്നെയാണ്, ലെങ്ത്തും വിഡ്ത്തും ഒരുപോലാന്ന് തോന്നുന്നു അല്ലേ, ഒരുപോലാന്ന് തോന്നുന്നു. ഫാമിലി കോട്ടിന് കിങ് സൈസ് പറയുമല്ലേ, ഫാമിലി കോട്ട് എന്നാണ് പറയുന്നത്. കിങ് സൈസ് ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ, മെഷർമെൻ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അഴിച്ചു. ഇനി ഇതിൻ്റെ ഈ ആദ്യത്തെ രണ്ടെണ്ണേ ഞാൻ അഴിച്ച് കാണിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം അതിനൊരു നീളം വീതിയൊക്കെ നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി ചുമ്മാ മനസ്സിലാകുമൊന്നുമില്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് എങ്ങനെയാണ് മനസ്സിലാകുന്നത്. എന്നാലും ഒന്ന് കാണിച്ചെന്നൊരു ഇതുണ്ടോ. ഇത് ഡബിൾ കോട്ട് എന്ന് പറഞ്ഞാലും അത്യാവശ്യം ഫാമിലി കോട്ടിൻ്റെ അത്രയും തന്നെയുണ്ട്. നല്ല ബെഡേന്ന് കവിഞ്ഞ് കിടക്കാൻ നല്ല രീതിക്കുള്ള, ചിലർ കവിഞ്ഞ് വെറുതെ ഇടും, ചിലർ 3 വശം കവിഞ്ഞ് വെറുതെ ഇടും, ചിലർ അകത്തേക്ക് മടക്കി വെക്കും. എങ്ങനെ വേണമെങ്കിലും വെക്കാനുള്ള ഇതുണ്ട്. ഇത് ഒരു മടക്കും കൂടെ ഉണ്ട്. ഇത് പകുതിയാണ്, ഇങ്ങനെ ഉണ്ട്. നല്ല കംഫർട്ടാണ് കിടന്നുറങ്ങാൻ. വാഷ് ചെയ്യാനോ ഉപയോഗിക്കാനോ എത്ര വാഷ് ചെയ്താലും പ്രശ്നമോ, വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്യാനോ ഒരു പ്രശ്നമില്ല. ഏറ്റവും അതിൻ്റെ ഇതെന്ന് പറയുന്നത് കംഫർട്ട്നെസ് തന്നെയാണ്. പിന്നെ ഈ റേറ്റിന് ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള അതിൻ്റെ ലിൻറ്റ് പൊങ്ങും അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമ്മളൊക്കെ എത്രയാണ് നമ്മൾ ഓർമ്മ വെച്ച കാലം തൊട്ട് ബെഡ്ഷീറ്റ് കാണുന്നതല്ലേ. അതാ ഞാൻ പറഞ്ഞാൽ ഞാനാണ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. എൻ്റെ വീട്ടിൽ ഒരൊറ്റ റൂമിൽ വേറൊരു ബെഡ്ഷീറ്റ് ഇപ്പോൾ ഇല്ല. പഴയ ബെഡ്ഷീറ്റുകൾക്കെല്ലാം അലമാരയിൽ വിശ്രമം. ഇത് കണ്ടോ, ഇത് സിംഗിളാണേ, സിംഗിളല്ലേ, സിംഗിള് തന്നെ വരുമ്പോൾ ഇതുണ്ട്. ഇത് ഒന്നുകൂടെ ഉണ്ട് കേട്ടോ, ഇത്രയുണ്ട്. ഇതാണ് സിംഗിൾ. ഇത് പക്ഷേ ഇത് ലെങ്ത്താണ്, ഇതാണ് വിഡ്ത്ത്. കണ്ടോ, ഇങ്ങനെ വരും, അതായത് ഇങ്ങനെ കാണിക്കണം അല്ലേ, ഇങ്ങനെ കാണിക്കണം. ഇപ്പോൾ ഒരു ലീഫ് ഡിസൈനാണ് കേട്ടോ. ലൈറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ലൈറ്റും ഡാർക്കും ഒരുപോലെ ഉണ്ട്. ചിലർക്ക് ലൈറ്റ് മതി, ചിലർക്ക് ഡാർക്ക് മതി. പക്ഷേ തീരെ ലൈറ്റ് ഇഷ്ടമില്ലെങ്കിൽ രണ്ടും കൂടെ മിക്സഡ് ആയിട്ടുള്ള നല്ലൊരു ഡിസൈൻ. ഇനി ഞാൻ എത്രയും നൂർത്ത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആദ്യം കാണിച്ചത് FC, രണ്ടാമത് കാണിച്ചത് DC, മൂന്നാമത് കാണിച്ചത് SC, അടുത്തത് ലൈറ്റ് ഷെയ്ഡ് തന്നെയാണ് ബ്ലൂ. ഉണ്ടോ, ഇങ്ങനെ വരണം. ഇതിൻ്റെ ഡിസൈൻ മൊത്തം ഇങ്ങനെയാണ്. ഇടയ്ക്ക് ഡാർക്ക് കളർ വരുന്നു. നല്ല നിങ്ങളൊന്ന് വിരിച്ചിട്ട് നോക്കിയോ, നിങ്ങളുടെ ബെഡിൽ വിരിച്ചിട്ട് നോക്കിയോ. നമുക്ക് റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ ഭയങ്കര ഒരു എന്നാ പറയുന്നത്, നല്ല വൃത്തിയായിട്ട് വിരിച്ച നല്ല ലൈറ്റ് ഷെയ്ഡിലുള്ള ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു സുഖമാണ് അല്ലേ. മടുത്തൊക്കെ ഓരോ ജോലിയൊക്കെ ചെയ്ത് മടുത്ത് വിശ്രമിക്കാൻ ചെല്ലുമ്പോൾ അത് കാണുമ്പോൾ. അല്ലാതെ ഇപ്പോൾ പിള്ളേരൊക്കെയുള്ള വീടുകളിലാണെങ്കിൽ ഓടിച്ചാടി കയറി വന്നങ്ങോട്ട് ഒറ്റ ചാട്ടം ചാടിയാലൊന്നും ഇതൊന്നും പോകത്തില്ല, തിരിഞ്ഞു മറിഞ്ഞും പോകത്തില്ല. ഇത് അടുത്തത് ഇതിൻ്റെ DC ഡബിൾ കോട്ട്. ഞാൻ എന്തിനാണെന്നറിയാം ഇത് തന്നെ വീണ്ടും കാണിക്കുന്നത്. ഇത് 3 സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള എളുപ്പത്തിനാണ്. ഒരെണ്ണം തന്നെ ഇതിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോരെയെന്ന് നിങ്ങൾ ഓർക്കും. പക്ഷെ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കും? 3ൻ്റെ സിംഗിൾ വേണ്ടവർക്ക് സിംഗിൾ. ഇത് സിംഗിൾ SC. ഒന്നുമില്ല, സിമ്പിളാണ്, പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും കാണിക്കാനില്ല. ഇതുണ്ടോ, കനമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള കറക്റ്റ് വേണ്ടത്ര കനവേ ഉള്ളൂ, ഓവറും ഇല്ല. ഇത് കണ്ടോ,
ഓവറില്ല, ഒട്ടും ഇത് ഫ്ലോയി ആയി പോകത്തക്ക രീതിക്കുള്ള കനക്കുറവും ഇല്ല, ഓവറായിട്ടുള്ള കനമില്ല. ഓവറായിട്ടുള്ള കനം നമുക്ക് വാഷ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് വരികയല്ലേ. വാഷ് ചെയ്യാനൊരു ബുദ്ധിമുട്ടില്ല, വാഷിംഗ് മെഷീൻ ഇട്ട് വാഷ് ചെയ്തോ. അടുത്ത ഇത് ലൈറ്റും ഡാർക്കും കൂടെ മിക്സഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. ഇത് ഫാമിലി. ഈ ഫസ്റ്റ് ടൈം ഒന്ന് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് ഞാൻ പറയാം കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ ആണെന്ന് പറഞ്ഞാലും ഫസ്റ്റ് ടൈം നമ്മൾ ഉപയോഗിക്കും, വെറുതെ വാഷിംഗ് മെഷീനകത്തിട്ട് ഒന്നും ഇടണ്ട, മീൻസ് ഡിറ്റർജൻറ്റ് ഒന്നും ഇടണ്ട, പക്ഷേ ഒന്ന് വെറുതെ ഒന്ന് കുറച്ച് വെള്ളത്തിലിട്ടൊന്ന് ഒരു 3-4 പ്രാവശ്യം ഒന്ന് ചെയ്തിട്ട് സ്പിൻ ചെയ്തിട്ട് എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അതായത് നല്ലത്. എന്താണെന്ന് വെച്ചാൽ ഇതിലൊക്കെ കെമിക്കലില്ലേ, ഏറ്റവും നമ്മുടെ ശരീരം മുഴുവനും നമ്മുടെ ശ്വാസം എല്ലാം രാത്രി മുഴുവൻ ഇതായിട്ട് കിടക്കുന്നില്ല. അപ്പം ഉറപ്പായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇത് സിംഗിൾ, ഡബിൾ. ഇതിന് 3 ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ കാണിച്ച കളറുകൾക്കെല്ലാം ഡബിളും ഉണ്ട്, സിംഗിളും ഉണ്ട്, ഫാമിലി ഉണ്ട്. ഈ കാണിക്കുന്നതേ ഉള്ളൂ, അല്ലാത്തത് ചോദിക്കരുത്. ഇല്ല, ഞാൻ പറഞ്ഞിട്ടുള്ള കളറുകൾ മെഷർമെൻറ്റ് മാത്രമേ ഉള്ളൂ. ചിലർ ചോദിക്കും ഇതിൻ്റെ ക്യൂൻ സൈസ് ഉണ്ടോ, കിങ് സൈസ് ഉണ്ടോ എന്ന്. ക്യൂൻ സൈസ് ഉണ്ടെങ്കിലും കിങ് സൈസ് ഉണ്ടെങ്കിൽ തന്നെ ഓൺലൈനിൽ കാണിക്കുന്നതേ ഓൺലൈനിൽ വഴി നമുക്ക് സെയിലുള്ളൂ. പിന്നെ അല്ലെങ്കിൽ അത് കൺഫ്യൂഷൻ ആവും. അത് പിന്നീട് ഒരിക്കൽ വേണമെങ്കിൽ നമ്മളല്ലാതെ കാണിക്കാം. ഇത് വേറെണ്ണമേ, നല്ലൊരു ഇതാ കേട്ടോ. അത്യാവശ്യം കനമുണ്ടേ, ഓവറായിട്ട് കനമില്ല. ഇതുണ്ടോ, ഇത്രയും ഇതുണ്ട്. അതുകൊണ്ട് എന്താണെന്നറിയാം, അവിടെ വിരിച്ചാൽ കിടന്നോളും. പക്ഷേ ഭയങ്കര ചാക്ക് ഇട്ട് പോലത്തെ ഒരു സംഭവം ഇല്ലതാനും. ഇതാണ് ഡിസൈൻ. ഇതിനും ഡബിളും ഫാമിലിയും ഉണ്ട്, ഡബിളും ഉണ്ട്, സിംഗിളും ഉണ്ട്. ഇനി കാണിക്കണ്ടല്ലോ. ഇത് ഡബിൾ, ഇത് സിംഗിൾ എന്നുള്ളതിന് ഇങ്ങനെയാണ് ഫോൾഡിങ് വരുന്നത്. മറ്റേ നേരെ തിരിച്ചും ഫോൾഡിങ്, ഇത് അകത്തോട്ട് വന്നിട്ട് ഇങ്ങനെ ഫോൾഡിങ് വരും. ഇത് സിംഗിൾ. അതിന് 3-നും അതുണ്ട്. ഇതിന് ഫാമിലി ഡബിൾ മാത്രമേ ഉള്ളൂ, സിംഗിൾ മാത്രമേ ഉള്ളൂ, ഡബിൾ ഇല്ല. അപ്പോൾ ഇത് അടുത്ത ഡിസൈൻ. ഇതിൻ്റെ വേറൊരു കളർ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷോപ്പിൽ. ഇതാണോ ഇപ്പോൾ ഉള്ളത്? നമുക്കുണ്ടോ ഇവിടെ? ഇതല്ല, വേറെ കളറാണ്, പിങ്ക് അല്ലേ. ഇതിൻ്റെയൊക്കെ വേറെ കളേഴ്സ് വേണമെങ്കിൽ നമുക്ക് ഷോപ്പിൽ ഡയറക്റ്റ് വരുന്നവർക്ക് എടുക്കാം കേട്ടോ. ഇത് തന്നെ നമ്മുടെ കടയിൽ ഏറ്റവും കൂടുതൽ പോകുന്ന മെറ്റീരിയൽ ഇതാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന മെറ്റീരിയൽ ഇതാണ്. കാരണം ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല, എല്ലാവരും സാറ്റിസ്ഫൈഡാണ്. അത് പിന്നെ വേറൊരു ഇതുണ്ട്, നമ്മളുടെ ഈ പുതപ്പെന്നൊക്കെ പറയുന്ന സാധനമില്ല, പണ്ടത്തെ അല്ല, ഇപ്പോഴും അങ്ങനെ ഉപയോഗിക്കുന്നതാണ്. എനിക്കത് ഇഷ്ടമില്ല, എനിക്കെല്ലാം സോഫ്റ്റ് ആയിട്ടുള്ള ഇഷ്ടമുള്ളൂ. ഇച്ചിരി പിരിവിരിപ്പുള്ള നല്ല. അതിന് എന്നാ പറയുന്നത്? പുതപ്പാ. അതിന് ഇംഗ്ലീഷിൽ പറയുന്നതല്ല, ബ്ലാങ്കറ്റാ ആണോ? അല്ലെന്നേ ആ സാധനത്തിന്, ആ ഉരുണ്ടിരിക്കുന്ന സാധനത്തിന് കംഫർട്ടല്ല. കംഫർട്ട് ഭയങ്കര ഇതായിട്ടുള്ളതാണ്, മറ്റേ സ്പോഞ്ച് പോലത്തെ ഉള്ള. സ്പോഞ്ചല്ല, എന്തുവാണോ സാധനം, ഒന്നുമില്ല. ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് സിംഗിൾ. ഇതിന് ഫാമിലിയും സിംഗിളും മാത്രമേ ഉള്ളൂ. എൻ്റെ ആക്ഷൻ എന്നോക്കിയല്ലേ, എനിക്ക് തന്നെ ചിരി വരും, പേടിയാവും അല്ലേ കണ്ടു. ഇതാ ബേബീസ്. ഹായ്, എൻ്റെ ബേബീസ് 2 വളർന്നുപോയി. ഇതൊക്കെ കൊണ്ട് എന്നാൽ ബേബീസിനുള്ളതെന്ന് പറയും. അമ്മ എന്നെ ഇങ്ങോട്ട് വിളിക്കും. എനിക്ക് എന്നെ ഇഷ്ടമെന്നത്. ഞാൻ പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിള്ളേരുണ്ടായിരുന്ന സമയത്തല്ല, പിള്ളേരായിരുന്ന സമയത്ത്. ഇപ്പോഴും എനിക്ക് പിള്ളേർ തന്നെ. അവർ എത്ര വളർന്നാലും എന്നും പറഞ്ഞ് കെട്ടിക്കാറൊന്നും ആയിട്ടില്ല കേട്ടോ. വലിയ പ്രായമൊന്നുമില്ല. ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരാൾ 9th പഠിക്കുന്നു. അപ്പം എനിക്കിങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഉടുപ്പൊക്കെ ആണെങ്കിലും ഇങ്ങനെ ആൽഫബറ്റ്സ് ഒക്കെ ഉള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതുണ്ടോ, നൈസ് ടു മീറ്റ് യു. ഇനി ഒത്തിരി ഉണ്ട് സംഭവങ്ങൾ. ഇതുണ്ടോ, ഇത് ഒത്തിരി ഇതൊക്കെ ഉണ്ട്. അതർ സ്റ്റുഡൻസ് മേ ട്രൈ ടു ഇംപ്രൂവ് ദെയർ അക്കാഡമി. ഇതൊക്കെ വായിപ്പിക്കണം, എന്നിട്ട് അർത്ഥം പഠിപ്പിക്കണം. ചുമ്മാ വേറെ ഒന്നും ഒരിടത്തും പോകണ്ട. ഈ ബെഡ്ഷീറ്റ് വെച്ചിട്ട് ഹലോ സ്മൈൽ എല്ലാം ഉണ്ട് കേട്ടോ. കൊച്ചു പിള്ളേരുടെ സമയം കളയാൻ നല്ല രസമാണ്. വർത്താനം പറയണം നമ്മളെപ്പോഴും. പിള്ളേർ ഒരു 1.5 വയസ്സ് തൊട്ട് 3 വയസ്സ് വരെ മസ്റ്റായിട്ട് മാതാവ് പ്രത്യേകിച്ച് മാതാവ് കുട്ടികളോട് സംസാരിക്കണം എന്നാണ് പറയുന്നത്. നല്ല എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണം. മാതാവിൻ്റെ ആംഗ്യ വിക്ഷേപങ്ങളും സംസാര ശൈലിയും എല്ലാം മക്കൾ കോപ്പിയടിക്കും. അപ്പം ജാഗ്രത, ശ്രദ്ധിച്ച് വേണം സംസാരിക്കാൻ. ഹൈ സ്മൈൽ. ഇത് അതിൻ്റെ സിംഗിൾ. ഇതിപ്പം ഫാമിലിയും സിംഗിളും മാത്രമേ കേട്ടോ.
ഫാമിലി അച്ഛനും അമ്മയും കൊച്ചും കൂടെ കിടന്നുറങ്ങുമ്പോൾ ഫാമിലി വിരിച്ചു കിടക്കുക. കൊച്ചുങ്ങൾ തന്നെ വേറെ റൂമാക്കി കഴിയുമ്പോൾ സിംഗിൾ കൊടുക്കുക. സിമ്പിൾ ഐഡിയ വരെ പറഞ്ഞു തരും. ഇത് എവിടെ കിട്ടും? ഇത് ഫാമിലി മാത്രം. ഇടയ്ക്ക് എന്നാ ജീവിയെ നാക്ക് നീട്ടുന്ന ഇടയ്ക്കിടയ്ക്ക് പാമ്പാ. എനിക്ക് ഇഷ്ടമേ ഇല്ല. പേര് പോലും പറയുമ്പോൾ പേടിയാണ്. പിന്നെ പേടിയാണെങ്കിൽ ലോകത്ത് രണ്ട് സാധനങ്ങളെ പേടിയുള്ളൂ. പാമ്പിനെയും ഇടിമിന്നലും രണ്ടും ഭയങ്കര പേടിയാണ്. പിന്നെ ചില മനുഷ്യരുടെ നാക്കില് പേടിയാണ്. എന്നുകൊണ്ട് എനിക്ക് നാക്കൊട്ടിനും കുറവൊന്നുമില്ല കേട്ടോ. അങ്ങനെയല്ല പറഞ്ഞത്. മറ്റുള്ളവരെ ഒരുമാതിരി ഇതാക്കുന്ന ഗ്ലാസ്സാക്കുന്ന ഇത് എന്നൊക്കെ ഞാനീ പറയുന്നല്ലേ. ഇതാണേ അടുത്ത കേട്ടോ. അതൊക്കെ വിട്ടേരെ, തൂത്തും വായിച്ചു. ഇത് ഫാമിലി മാത്രമേ ഉള്ളേ, വേറെ ഒന്നുമില്ല. ഇത് എന്താണോ സ്ക്രീനിൽ കാണുന്ന അതാണോ ഉള്ളത്, വേറെ കൺഫ്യൂഷനൊന്നുമില്ല. നല്ല പണിയായില്ല, നൂർത്ത് കാണിക്കായിരുന്നു പറഞ്ഞിട്ട് എല്ലാം നൂർത്ത്. ഇത് ഫാമിലി മാത്രം. ഇനി കാണിക്കുന്നില്ല, ഫാമിലി മാത്രമേ ഉള്ളൂ. നിങ്ങൾ വീഡിയോയ്ക്കകത്ത് എത്ര പ്രാവശ്യം കേട്ടു കറണ്ടില്ല. കാഞ്ഞിരപ്പള്ളിയിൽ സ്ഥിരം പരിപാടിയാണ്. കറണ്ട് എപ്പോഴും ഉണ്ട്. ഞാൻ പറയും ലൈൻ കമ്പി നനഞ്ഞ് ആ സെക്കൻഡിൽ കറണ്ട് പോകും. അടുത്ത ഡിസൈൻ കേട്ടോ. ഡാർക്ക് മതിയെങ്കിൽ ഇത് മതി. കൊച്ചു കുഞ്ഞുങ്ങളും ഓടിച്ചാടി നടക്കുന്ന കുസൃതി കുരുന്നുകളും ഒക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി ഡാർക്ക് ആദ്യം കാണിച്ചല്ലേ? ആണോ? അതിൻ്റെ കളർ വ്യത്യാസം ഉണ്ടല്ലേ? വേണ്ടായിരുന്നു, കാണിക്കണ്ടായിരുന്നു, മാറിപ്പോവും. ഇത് ഫാമിലി മാത്രമേ ഉള്ളൂ കേട്ടോ. ആദ്യം കാണിച്ചതിൻ്റെ തന്നെയാണ്. അതിന് വേറൊരു കളർ ഷെയ്ഡാണ്, ഒരു പിങ്ക് പോലത്തെ ഒരു കളറാണ്. ഇതിനിപ്പോൾ വന്നിട്ട് വേറൊരു കോഫിയുടെ ഒക്കെ ഒരു എന്തോ ഒരു ഷെയ്ഡ്, അത്രേ ഉള്ളൂ. പിന്നില്ലേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. കാഞ്ഞിരപ്പള്ളിയിലൊക്കെ ഉള്ളവരുടെ കാര്യത്തിനാണ്. ലേഡീസിൻ്റെ സ്റ്റിച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എവിടെയല്ല തയ്ക്കുന്നത്, ഇവിടെ അവിടുത്തെ യൂണിറ്റിലല്ല തയ്ക്കുന്നത്, നമ്മുടെ എറണാകുളത്തെ യൂണിറ്റിലാണ് തയ്ക്കുന്നത്. സ്റ്റിച്ചിങ് ഇതുവരെ നമ്മൾ വലിയ സീരിയസ് ആയിട്ട് കട ഇങ്ങോട്ട് മാറിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഒന്ന് പറഞ്ഞായിരുന്നു, എന്നാലും വീണ്ടും ഒന്നുകൂടെ പറയാം. അതുകൊണ്ട് തയ്ക്കാനുള്ളവരൊക്കെ വേഗം വായോ. പക്ഷേ നാളെ വേണം എന്ന് പറഞ്ഞ് ഇന്ന് വന്നാൽ ഇല്ല. നമ്മൾ നല്ല പെർഫെക്റ്റായിട്ട് പ്രൊഫഷണൽ സ്റ്റിച്ചിങ് ആണ്. ബംഗാളികളും ഹിന്ദി വാലാസ് സഹോദരങ്ങളും ഒക്കെയാണ് തയ്ക്കുന്നത്. അപ്പം കുറച്ച് താമസം എടുക്കും. അങ്ങനെ തയ്ച്ചാലേ കാര്യമുള്ളൂ. എന്നാ ഉള്ളേ? ഇത് ഡബിളേ എഡിറ്റ് ചെയ്യാൻ നല്ല. അയ്യോ ഇതെന്നെ രസമെന്ന് നോക്ക്. ഞാനിത് പറയാൻ വേണ്ടി മറന്നുപോയി. ഇത് വിരിച്ചിടണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമല്ലേ? മഞ്ഞ കളർ എന്ന് പറഞ്ഞാൽ തന്നെ ഐശ്വര്യമാണ്, ഭംഗിയാണ്, ഭയങ്കര ഇതാണ്. അതിൻ്റെ കൂടെ നമുക്ക് കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ റൂമിലോട്ടൊക്കെ കയറി ചെല്ലുമ്പോൾ എന്നിട്ട് നല്ല ഫ്ലവറും ഒക്കെ വെക്കണം. അങ്ങനെയൊക്കെ ഒന്ന് ചുമ്മാ എത്ര വലിയ വീടാണേലും എത്ര ചെറിയ വീടാണേലും നല്ല അടുക്കി പെറുക്കി വൃത്തിയായി നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് ബെഡ്ഷീറ്റും ഒക്കെ വിരിച്ച് ഒരു ഫ്രഷ് ഫ്ലവർ ഒന്നും കിട്ടിയില്ലേ കുറച്ച് ഇലയിലും പെറുക്കി ഇട്ടാൽ മതി. എന്നിട്ട് വെച്ച് എന്ത് രസമായിരിക്കും. കരിയില മതിയോന്ന് ഇട്ടോ. ഓരോരുത്തരുടെ ബുദ്ധിക്കനുസരിച്ച് ഉള്ളത് ഇട്ടാൽ മതി. നമുക്ക് എന്നാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. കാരണം ചിലർക്ക് കരിയില കാണുമ്പോഴായിരിക്കും സന്തോഷം വരുന്നത്. ഇത് ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. ലൈറ്റ് ഷെയ്ഡ് നമ്മൾക്ക് സൂക്ഷിക്കാൻ പാടാണെങ്കിലും പക്ഷെ ഇട്ടാൽ ഇത്രയും ഭംഗിയുള്ളൊരു ഇല്ലല്ലേ. ഞാനിത് കൂട്ടറിനും എടുക്കും. ഇത് എന്നതാ സൈസ്? ഡബിളോ? എനിക്കതും വേണം, മഞ്ഞയും വേണേ. സിംഗിൾ. ഇത് ഡബിളും സിംഗിളും മാത്രമേ ഉള്ളൂ അല്ലേ? പിന്നെ ഊർത്ത് കാണിക്കണ്ടല്ലോ. ഇത് സിംഗിൾ. ഇതിന് ഞാൻ ഊർക്കാൻ പോയെന്ന് ഞാൻ പിന്നെ ആലോചിക്കുന്നു. വർത്തമാനത്തിൻ്റെ കൂടുതൽ കൊണ്ടങ്ങ് ഒന്നും പറയണ്ട. അപ്പോൾ അടുത്ത ദിവസം തന്നെ ഇത് കാണിക്കാം കേട്ടോ. എന്താ ബ്ലൗസ്, സാരി ബ്ലൗസ് കാണിക്കാം. അജ്രക്കുണ്ട്. കലങ്കാരി അധികമൊന്നുമില്ല. കലങ്കാരി റീസ്റ്റോക്ക് എനിക്ക് വരുത്താൻ മേലാഞ്ഞിട്ടല്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് ഉള്ളതൊക്കെ കാണിക്കാം. പിന്നെ പാർട്ടി വെയർ ബ്ലൗസ് ഉണ്ട്. നിങ്ങൾക്ക് സെറ്റ് സാരിയുടെയും കേരള സാരിയുടെ കൂടെയും ഫംഗ്ഷനുകൾക്കൊക്കെ ഇടാൻ പറ്റുന്ന പാർട്ടി വെയർ ബ്ലൗസും കുറച്ചുണ്ട്. അങ്ങനെ എല്ലാം കൂടെ കാണിക്കാവേ. പിന്നെ ഒത്തിരി ഇതേ ഷോപ്പിലേക്ക് വായോ, ഇഷ്ടംപോലെ കുർത്തി 3 പീസ് 2 പീസ് 3 പീസ് എന്ന് പറഞ്ഞാൽ ബോട്ടം ടോപ്പും ഷോളും ഉള്ളത്, ടോപ്പും ബോട്ടം മാത്രം ഉള്ളത്, പിന്നെ കുർത്തി മാത്രമായിട്ട് ചുരിദാർ സെറ്റ് എല്ലാം ധാരാളമായിട്ട് ടൺ കണക്കിന് ദമാക്കാന്ന് പറഞ്ഞ പോലെ വന്നിരിപ്പുണ്ട്. നേരിട്ട് വായോ ഓണം പർച്ചേസിന്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.